മെയിൻ സ്പെഷ്യല്. വാവ്, ഇത് ചേട്ടൻ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ ഉണ്ടാക്കിയതാ. അപ്പൊ ഇതിന്റെ പേര് കണമ്പിന്റെ കുഞ്ഞാണ്ട്. ഇത് മാലാൻ എന്ന് പറയും. ഇതണ്ട പൊടിഞ്ഞു നമ്മുടെ കണമ്പ് ചാറടക്കം കേട്ടണേ. ഇതണ്ട കളർ കാണുമ്പോൾ തന്നെ അറിയാല്ല. ഒരെണ്ണം കൂടെ എടുക്കുന്നുണ്ട് അല്ലേ. കണമ്പിന്റെ കുഞ്ഞാൻ മാലാൻ എന്ന് പറയും ഇവിടെ. അതിട്ടിട്ടുണ്ട്. ഇതേ ചോറിനും പിന്നെ ഈ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഇതുണ്ട്. മീൻ മാത്രം പൊളിച്ചെടുക്കും. ഇതുണ്ട ഹലോ, അപ്പം ഇന്ന് ഉച്ചക്കത്തെ ഊണാണ് കേട്ടോ. അപ്പോൾ ഊണിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഊണ് റെഡിയാക്കിയതാരാ? ഞാൻ ഇത് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേളൂരി എന്ന് പറയും. ഞങ്ങളുടെ അവിടെ കൊഴുവാന്ന് പറയും. കൊഴുവ വലുതെന്ന് പറയും നിങ്ങൾ അല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്പെഷ്യല്. വാവ്, ഇത് ചേട്ടൻ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ ഉണ്ടാക്കിയതാ. അപ്പോൾ ഇതിൻ്റെ പേര് കണമ്പിൻ്റെ കുഞ്ഞാണ്ട്. ഇത് മാലാൻ എന്ന് പറയും. ഇതണ്ട പൊടിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതാണ് മാലാൻ കറി. അപ്പോൾ ഇത് താരാ സ്പെഷ്യലാണ്. എന്താണിത്? ഇത് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതായത് മെഴുക്കുവരട്ടി, കിഴങ്ങുണ്ട്, പിന്നെ വെണ്ടയ്ക്കയുണ്ട്, സവാള, പച്ചമുളക്, പിന്നെ നമ്മൾ ജയരി, നമ്മുടെ അരി ചോറ്. അപ്പോൾ പയ്യെ എടുത്തിട്ട് ചോറിടാം. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഇന്നത്തെ. രാവിലെ എന്താ ഞാൻ കഴിച്ചത്? രാവിലെ കഴിച്ചത് മുട്ട, പിന്നെന്താ മുട്ട മാത്രമേ കഴിച്ചുള്ളൂ ഞാൻ. ഏത്തപ്പഴം കഴിച്ചില്ല. ഏത്തപ്പഴം പകുതി വേണ്ട. അപ്പോൾ നമ്മുടെ കണമ്പ് ചാറടക്കം കേട്ടണേ. വേണ്ട കളർ കാണുമ്പോൾ തന്നെ അറിയാല്ല. ഒരെണ്ണം കൂടെ എടുക്കുന്നുണ്ട് അല്ലേ. കണമ്പിൻ്റെ കുഞ്ഞാൻ മാലാൻ എന്ന് പറയും ഇവിടെ. അതിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ വറുത്തത്. ഇത് കൊഴുവ അല്ലട്ടെ, ഇത് വേളൂരി എന്നും പറയാം. ചിലപ്പോൾ വേളൂരി എന്ന് പറയും. നന്ദൻ വേറെ ടൈപ്പാണ് കേട്ടോ. നന്ദന വേളൂരിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് വെച്ചാൽ പറയുക. ഇതുണ്ട് നല്ല ബിസ്ക്കറ്റ് പോലെ ഇരിക്കണം. പിന്നെ താര സ്പെഷ്യൽ മെഴുക്കുവരട്ടി. മെഴുക്കുവരട്ടി ഒലത്തന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയണം. ഇട്ടോട്ടെ, ഇട്ടോളൂ, എന്നിട്ട് കഴിച്ചോളൂ. എന്നിട്ട് കഴിക്കണതാണ് രസം. ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുക. ഇതേ ചോറിനും പിന്നെ ഈ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഇതുണ്ട്. മീൻ മാത്രം പൊളിച്ചെടുക്കും. ഇതുണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ. രാത്രി ആകുമ്പോൾ ഒന്നും കൂടി പൊളി പിടിക്കും. അപ്പൊ ആസ്വദിച്ച് കഴിച്ചോളൂ ചേട്ടാ. എന്നിട്ട് ഇത് ബിസ്ക്കറ്റ് പോലെ ഇരുന്ന് കടിക്കണം. അവിടെടാ കേട്ടു കേട്ടു. ഇതിൻ്റെ ഒരു കഷ്ണവും മീനിൻ്റെ ഒരു കഷ്ണവും ഈ ചാറും പിന്നെ മെഴുക്കുവരട്ടിയും കൂടി വെച്ചിട്ട് നല്ല ചൂട് ചോറാണേ. ചൂട് ചോറും കൂട്ടി കഴിക്കണ്ട. അടിപൊളി. നമുക്ക് വിളമ്പട്ടെ? താര പറഞ്ഞാൽ നല്ല ചൂടാറിപ്പോകുന്നു പറയും വിളമ്പി വെച്ച് കഴിഞ്ഞാൽ. അത് താരക്ക് വിളമ്പാനത്. താര വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഒരുമിച്ച് കഴിക്കാത്തത്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അമ്മച്ചി എവിടെയെന്ന്. അമ്മച്ചി 1 മണിക്ക് തന്നെ കഴിച്ചിട്ട് ഇപ്പം ടൈം 2:30 മണിയായി. അമ്മച്ചി കഴിച്ച് എൻ്റെ ബ്രദർ കഴിച്ചിട്ട് പോയി. അപ്പം ഞാൻ 2 മണിയായി വന്നപ്പോൾ പുറത്തുനിന്ന് വന്നതാണ്. കറി രാവിലെ വെച്ച കറിയാണ് ഇത്. കറിയുടെ കളർ കണ്ട ഒന്നുകൂടി കാണിച്ചു തരാം. ഇതണ്ട ഇത് എന്താ പറയണെന്നറിയാമോ? മാലാൻ കണമ്പ്. ശരിക്കും നമ്മുടെ കെവി തോമസ് ഇതിൻ്റെ വലുത് കഴിക്കാറുണ്ട്. തിരുത എന്ന് പറയും. ഇതിൻ്റെ കെവി തോമസ് ഈ ഫേമസ് ആക്കിയ ഒരു ഫിഷാണ് തിരുത. അപ്പോൾ ഹാപ്പി ലഞ്ച്.